വിവാഹമെന്ന കൂദാശയിലൂടെ ആരംഭിച്ച ദാമ്പത്യ ജീവിതത്തെ വിജയപ്രദമാക്കി തീർക്കാനായിട്ട് കർത്താവിന് ഉത്തരവാദിത്തമുള്ളൂ. അപ്പോൾ നിൻ്റെ ദാമ്പത്യ ജീവിതം വിജയപ്രദമായി തീരണമെങ്കിൽ, ക്രിസ്ത്യാനികളാണെങ്കിൽ വിവാഹമെന്ന കൂദാശയിലൂടെ ആരംഭിച്ച ജീവിതമാകണം. പ്രൈസ് ദി ലോർഡ്. ആദ്യം സഭയിൽ 7 കൂദാശകളാണ് ഉള്ളത്. ഈ 7 കൂദാശകളിൽ ഞാൻ പറയും, വിവാഹമെന്ന കൂദാശയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ. എന്തുകൊണ്ടാണ് വിവാഹമെന്ന കൂദാശയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ എന്ന് പറയാൻ കാരണം വിവാഹമെന്ന കൂദാശ നിർത്തി എന്ന് വിചാരിക്കും. നിർത്തിയാൽ മറ്റാറ് കൂദാശകളും സ്വീകരിക്കാനായിട്ട് ആൾക്കാരുണ്ടായേല. അപ്പോൾ മറ്റാറ് കൂദാശകളും സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്ന, രൂപപ്പെടുത്തുന്ന, ഒരുക്കുന്ന കൂദാശയാണ് വിവാഹമെന്ന കൂദാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹമെന്ന കൂദാശയിലൂടെ അല്ല ദാമ്പത്യ ബന്ധം ആരംഭിക്കുന്നതെന്ന് വിചാരിച്ച് ആരംഭിച്ചാൽ മറ്റൊരു കൂദാശകളും ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കൂദാശയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. എന്താ കാരണം? 2 ഭവനങ്ങൾ, 2 സ്ഥലങ്ങളിലുമായിരുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹമെന്ന കൂദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിച്ചാലേ ആ കൂട്ടിയോജിപ്പിക്കുന്നവനെന്നും ആ ബന്ധത്തിലുണ്ടാവൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ബന്ധത്തിൽ ഉണ്ടായിട്ട് പോലും മനുഷ്യൻ്റെ സ്വാർത്ഥത, അഹങ്കാരം, പിടിവാശി, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത മനോഭാവം. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഡൈവേഴ്സ് കൊടുത്തു എന്ന് കാണുന്ന ഏത് ദാമ്പത്യ ബന്ധത്തിൽ നോക്കൂ, അതിൻ്റെ പിന്നിൽ ഒരു പിടിവാശിയുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ചെറുതാകുന്ന മനോഭാവം. ഓർക്കണം, സർവശക്തൻ ദൈവം അവൻ ചെറുതായത് അപ്പത്തോളമാണ്. അപ്പത്തോളം ചെറുതായപ്പോൾ അവനൊപ്പം വസിക്കാൻ പറ്റി. ഒരു ഭാര്യയും ഭർത്താവും കൂട്ടിയോജിപ്പിച്ച കർത്താവിൻ്റെ ആ ഒപ്പം വസിക്കുന്ന അപ്പമായി തീർന്നത് ചെറുതാകുന്നത്, ആ ചെറുതാകുന്ന മനോഭാവം എന്താണെന്നറിയോ? ദേഷ്യപ്പെടുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ ആ ദേഷ്യപ്പെടുന്ന ഭർത്താവിനെ നേടണമെങ്കിൽ ആ ഭർത്താവിൻ്റെ ഭാര്യ ഏറ്റവും ശാന്തതയുള്ള വ്യക്തിയായി മാറണം. സ്നേഹമുള്ളവരെ, ഈശോ അനേകം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠിപ്പിച്ചുള്ള കാര്യങ്ങൾ ഈശോ ഏറ്റവും കൂടുതൽ കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞ കാര്യം മത്തായിയുടെ സുവിശേഷം 11-29 തിരുവചനം, കണ്ട് പഠിക്കുക എന്ന് ഈശോ പറഞ്ഞ കാര്യം ശാന്തതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവിൻ്റെ കോപ സ്വഭാവത്തെ ഈശോ ആ ഭർത്താവിന് കൊടുത്ത ഭാര്യയിൽ ഒരു ശാന്തതയുണ്ട്. എന്ത് ചെയ്യണം? ആ ശാന്തത ആവശ്യ സമയത്തെടുത്ത് ഉപയോഗിക്കണം. ഇനി എന്തു പറഞ്ഞാലും മനസ്സിലാകാത്ത തറുതല ഇങ്ങോട്ട് ഓരോന്നിനും പറയുന്ന ഈ ഭാര്യനെ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ അവളുടെ ഈ സ്വഭാവ പ്രത്യേകതയുടെ വരികൾക്കിടയിൽ അവിടെ ഒരു സ്നേഹത്തിൻ്റെ നിറവ് കിടപ്പുണ്ട്. സഹോദര സഹോദരി, ആ ഒളിഞ്ഞു കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന അവളിലെ ആ സ്നേഹത്തിൻ്റെ നിറവുണ്ടല്ലോ, ആ നിറവിനെ കാണാൻ നിൻ്റെ കണ്ണുകൾക്ക് സാധിച്ചാൽ നിൻ്റെ നല്ല സ്വഭാവം കൊണ്ട് നീ എത്ര പറഞ്ഞാലും ശരിയായേല എന്ന് വിധി എഴുതി മാറ്റി നിർത്തി ആ ഭാര്യ ഉണ്ടല്ലോ, അവളെ നേടാൻ പറ്റും. ഹല്ലേലൂയ. അവളെ നേടാൻ പറ്റുന്നത് കൊണ്ടാണ് അവളെ കർത്താവ് നിനക്ക് ഭാര്യയായി തന്നത്. അവനെ നേടാൻ പറ്റുന്നത് കൊണ്ടാണ് അവനെ നിനക്ക് ഭർത്താവായി തന്നത് എന്ന് ഓരോ ഭാര്യയും ഭർത്താവും എപ്പോഴെല്ലാം മനസ്സിലാക്കി ചേർന്ന് നിൽക്കുന്നു, അപ്പോഴൊക്കെ ഈ കൂട്ടിയോജിപ്പിച്ച കർത്താവ് ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ കാര്യത്തിൽ വിവാഹമെന്ന കൂദാശയിലൂടെ ആരംഭിച്ച ദാമ്പത്യ ജീവിതത്തിലേ എന്നും വിജയം ഉണ്ടാവുള്ളൂ. കാരണം അത് വിജയിപ്പിക്കുന്നതിന് അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട്.
പ്രൈസ് ദി ലോർഡ്. അതിൽ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യമാണ് വിവാഹം എന്ന കൂദാശ മറ്റ് 6 കൂദാശകളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തെന്നാൽ ഒരു മനുഷ്യവ്യക്തിയെ സൃഷ്ടിക്കുന്ന രൂപപ്പെടുന്ന കൂദാശ വിവാഹം എന്ന കൂദാശയാണ്. എന്നാൽ ഈ വിവാഹം എന്ന കൂദാശയിലൂടെ അല്ലാത്ത ദാമ്പത്യ ജീവിതമാണെങ്കിൽ, ഭാര്യ ഭർത്തൃബന്ധമാണെങ്കിൽ അവർക്ക് മറ്റൊരു കൂദാശകളും സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് വിവാഹം എന്ന കൂദാശയിലൂടെ ആരംഭിച്ച ദാമ്പത്യ ജീവിതത്തിലെ എന്നും കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുള്ളൂ. അതിനാൽ ഇന്നലകൾ ഈ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ കുറവുകളോ അപാകതകളോ പോരായ്മകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി, ഈ ധ്യാനത്തിലൂടെ നീ ഏറ്റവും ആദ്യം തീരുമാനമെടുക്കേണ്ടത് ഇന്നലകളിൽ ഈ മേഖലകളിൽ എവിടെ ഒരു കുറവ് വന്നിട്ടുണ്ട് അത് ശരിയാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലെ രണ്ടാമത്തെ കാര്യമാണ് വിവാഹം എന്ന വാക്ക് തന്നെ. വിവാഹം എന്ന വാക്ക് 2 വാക്കുകളിൽ നിന്നാണ് വരുന്നത്. 2 വാക്കുകളിൽ നിന്നാണ് വരുന്നത്. ഒന്ന് വി, 2 വാഹം. ഒന്ന് വിവാഹത്തിൻ്റെ വി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായത്. അതുകൊണ്ടാണ് വി കുത്ത് അന്തോണി വിശുദ്ധ അന്തോണി, വി കുത്ത് മത്തായി വിശുദ്ധ മത്തായി. വി എന്ന വാക്കിൻ്റെ ഉള്ളിലെ അർത്ഥം വിശുദ്ധമായത്. വാഹം, വാഹം എന്ന് പറഞ്ഞാൽ വഹിക്കുക, ചുമക്കുക, സ്വീകരിക്കുക. എന്നിട്ട് വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒന്ന് പറഞ്ഞേ, വിശുദ്ധമായതിനെ ചുമക്കുക, വിശുദ്ധമായതിനെ സ്വീകരിക്കുക, വിശുദ്ധമായതും ഒന്നിച്ച് ജീവിക്കുക. ഹല്ലേലൂയ. കർത്താവ് കൂട്ടി വെച്ച് ഭാര്യ ഭർത്തൃ ബന്ധം എന്നും വിജയിക്കണോ, എന്നും വിജയിക്കണോ എങ്കിൽ നീ തിരിച്ചറിയണമെന്നറിയോ, കർത്താവ് എനിക്ക് തന്ന എൻ്റെ ഈ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയണം. ഈ അച്ഛ എപ്പോഴും കുറ്റപ്പെടുത്തി കളിയാക്കി ദേഷ്യപ്പെട്ട് ഒരു നല്ല വാക്ക് പോലും പറയാത്ത ഈ ഭർത്താവിനെയാണോ ഞാൻ വിശുദ്ധനെന്ന് കരുതേണ്ടത്? സഹോദര സഹോദരി, നിന്നെ കുറ്റപ്പെടുത്തി നീ ആഗ്രഹിക്കുന്ന വിപരീതമായി പെരുമാറുകയും ചെയ്യുമ്പോൾ ആ പെരുമാറുന്നതിന് പിന്നൊരു അടയാളമുണ്ട്. അതാണ് വിശുദ്ധിയുടെ അടയാളം. നിനക്ക് അതിനെ കാണാൻ സാധിച്ചാണ്ടല്ലോ. ഒരു 4 പ്രാവശ്യം ഇങ്ങനെ നിന്നെ കുറ്റപ്പെടുത്തി കളിയാക്കി വേദനിപ്പിച്ചോ, ചേട്ടാ ഇങ്ങനെയെല്ലാം എന്നോട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് എന്തിഷ്ടമെന്നറിയോ? ചേട്ടനെ ആ ദേഷ്യപ്പെടല്, ആ കോപിക്കുന്ന സമയത്തുള്ള മുഖമുണ്ടല്ലോ, എന്തിഷ്ടമെന്നറിയോ? നീ ഒരു 4 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു നോക്കൂ. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, അങ്ങനെ ഞാൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് അവൾ അങ്ങനെ ഇഷ്ടപ്പെടണ്ടാവും. എന്തു മാറും? പറയേ, ദേഷ്യം മാറും. നീ ഇതുവരെ അത് പ്രയോഗിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ കൂടുതൽ കൂടുതൽ ദേഷ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴുണ്ടല്ലോ നീ നിന്റെ ഭാര്യയിൽ നിന്ന് നല്ലൊരു പ്രോത്സാഹന അഭിനന്ദന വാക്ക് കിട്ടണമെന്ന് വിചാരിക്കും, ഇന്ന് വരെ കിട്ടിയിട്ടില്ല. നീ അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? നീ എന്തോരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നോ അതിൻ്റെ 4 ഇരട്ടി ഓരോ പ്രാവശ്യവും അങ്ങോട്ട് പറഞ്ഞു നോക്ക്. അങ്ങോട്ട് പറഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് നാണം ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യും? അവൾ നേരെ തിരിച്ചു പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മറ്റുള്ളവർ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നോ, നീ ആഗ്രഹിക്കുന്ന പോലെ അങ്ങോട്ട് പെരുമാറി നോക്ക്. അങ്ങോട്ട് പെരുമാറി നോക്കിയാൽ ആ പെരുമാറ്റത്തിൽ ആളെ മാറ്റം വരുത്താൻ പറ്റൂന്ന്. ഹല്ലേലൂയ. ചിന്തിക്ക്, അങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഈശോ പറഞ്ഞ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യത്തിൻ്റെ പേരാണ്, മറന്നുപോയോ? ശാന്തത. ഏത് കോപിക്കുന്ന, ദേഷ്യപ്പെടുന്ന, സ്നേഹവാക്ക് പറയാത്ത, നല്ല വാക്ക് പറയാത്ത ഏത് ഭർത്താവിനെയും മാനസാന്തരപ്പെടുത്താൻ, മനസ്സ് മാറ്റാൻ, സ്വഭാവം മാറ്റാൻ ഭാര്യയുടെ കൈവശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്തായിരിക്കണം? ശാന്തതയായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ധ്യാനം കഴിയുമ്പോൾ 1 മാസം ഒന്ന് പരിശീലിച്ച് നോക്ക്. അടുത്ത മാസം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റും. അതുപോലെ തന്നെ ഏതെല്ലാം കുറവ്, കുറ്റം, പോരായ്മ നിന്റെ ഭാര്യയിൽ നീ ഉണ്ടെന്ന് പറയുന്നു, ആ ഭാര്യനെ നീ ശാന്തതയോടുകൂടി ഒന്ന് സ്നേഹിച്ചു നോക്ക്. സ്നേഹവാക്ക് പറഞ്ഞു നോക്ക്, പ്രോത്സാഹന വാക്ക് പറഞ്ഞു നോക്ക്, അഭിനന്ദന വാക്ക് പറഞ്ഞു നോക്ക്. അവളുടെ സ്വഭാവത്തിൽ ഇന്ന് എന്തെല്ലാം ഉണ്ടെന്ന് നീ പറയുന്നോ, 1 മാസം നീ അങ്ങനെ ചെയ്താൽ അത് മുഴുവൻ അവളിൽ നിന്ന് മാറ്റം വരുത്തും. അടുത്ത മാസം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ദമ്പതികളുടെ ധ്യാനത്തിന് വന്ന് സാക്ഷ്യം പറയാൻ പറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ, 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ
ഞാൻ പറഞ്ഞത് വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധമായതിനെ ചുമക്കുക. എന്ത് ചെയ്യണമെന്നറിയാവോ? കർത്താവ് എനിക്ക് തന്ന ഈ കുറ്റങ്ങളും കുറവുകളും പോരായ്മയുമുള്ള എൻ്റെ ഈ ഭർത്താവ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വിശുദ്ധനാണ്. ഈ കുറ്റങ്ങളും പോരായ്മകളും എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത, എത്ര പറഞ്ഞാലും തറുതല പറയുന്ന ഈ ഭാര്യ ഉണ്ടല്ലോ, ഈ ഭാര്യ എനിക്ക് വിശുദ്ധയാണ്. അപ്പം നീ ശ്രദ്ധിക്ക്, വിശുദ്ധമായതിനെ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്ത വിശുദ്ധരായിത്തീരും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം, ജ്ഞാനം 6:10. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അടുത്ത വചനം എന്താണെന്നറിയോ? അങ്ങനെ ചെയ്യാൻ, പറയാൻ, പ്രവർത്തിക്കാൻ, പെരുമാറാൻ പഠിക്കുന്നവര് 11-ാമത്തെ വചനമല്ല, 10-ാമത്തെ വചനത്തിന്റെ അവസാനത്തത് അതാണ്, അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ഹല്ലേലൂയ. വിശുദ്ധമായതിനെ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർ, കാണാൻ പഠിക്കുന്നവർ, പെരുമാറാൻ പഠിക്കുന്നവർ, ഇടപെടാൻ പഠിക്കുന്നവർ അവരെന്താവും? വിശുദ്ധരാകും. ഇനി അങ്ങനെ കാണാനും ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും അഭ്യസിച്ചാൽ, പരിശീലിച്ചാൽ ആ വ്യക്തി, ആ കുടുംബം എന്ത് പറയുന്നത്? രക്ഷപ്പെടും. ഇന്ന് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയിട്ട് ഏതെങ്കിലും കുടുംബം രക്ഷപ്പെടുന്നില്ല എന്നതിൻ്റെ കണക്കെടുക്കുന്നതും കൊണ്ടല്ലോ, കർത്താവ് കൂട്ടി യോജിപ്പിച്ച ആ ദൗത്യം ഉണ്ടല്ലോ, ആ ഉത്തരവാദിത്തം, ആ കാഴ്ച ഉണ്ടല്ലോ, അത് മാറുന്നത് കൊണ്ടാണ്. നീ കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകളിൽ കർത്താവ് തന്ന ഈ ഭർത്താവ് ഉണ്ടല്ലോ, നീ എപ്പോഴും ചിന്തിക്കണം, എനിക്ക് ഏറ്റവും വിശുദ്ധനാ. ഹല്ലേലൂയ. വീട്ടിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ച പുണ്യപ്പെട്ട വ്യക്തിയുടെ, വിശുദ്ധരുടെ ആരുടെയെങ്കിലും തിരുശേഷിപ്പൊന്ന് സൂക്ഷിച്ചു വെച്ച് നോക്കൂ. അല്ലേ? ഒരു ചെറിയ തിരുശേഷിപ്പിന് പോലും നിൻ്റെ വീട്ടിൽ അത് വെക്കുമ്പോൾ നീ എന്തൊരു ഭക്തിയോടും വിശ്വാസത്തോടെ കാണുന്നത്. അത് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിന് ഇടവക ജനം മുഴുവനും അത് വെച്ചുകൊണ്ട് പോകുമ്പോഴുണ്ടല്ലോ, ആ ചെറിയൊരു തിരുശേഷിപ്പിന് പിന്നാലെ എത്ര വ്യക്തികളാണ് പോണത്. ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ മുഴുവൻ വിശുദ്ധനായ, വിശുദ്ധിയായ നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ നിൻ്റെ കൂടെയുള്ളപ്പോൾ നീ എത്രമാത്രം സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് കാണേണ്ടത്, പറയേണ്ടത്, പെരുമാറേണ്ടത് എന്ന സത്യം നീ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഒരിക്കലും ദാമ്പത്യ ജീവിതം പരാജയപ്പെടാൻ, മാനസികമായിട്ട് അകലാൻ ഈ കൂട്ടി യോജിപ്പിച്ച കർത്താവ് അനുവദിക്കേല. പറയൊരു ഹല്ലേലൂയ. സ്വരമുയർത്തി. ഞാൻ ഈ ദാമ്പത്യ ജീവിതം എന്നും വിജയപ്രദമായി തീരാൻ, വിവാഹമെന്ന കൂദാശയിലൂടെ ആരംഭിച്ച ദാമ്പത്യ ജീവിതം എന്നും വിജയപ്രദമായി തീരാൻ നിങ്ങളുടെ കൺമുമ്പിൽ ഞാൻ 3 ഉദാഹരണങ്ങൾ പറഞ്ഞുതരിക. ഈ 3 ഉദാഹരണത്തിൽ നിങ്ങൾ കണ്ടുപഠിച്ചാൽ ഇന്നലകൾ എന്തു ആയിക്കോട്ടെ, അതിനെല്ലാം കർത്താവ്, ഇന്നലകൾ ഇനി നിൻ്റെ കൺമുമ്പിലില്ല, ഇന്നലകൾ കഴിഞ്ഞു പോയതാണ്. എന്ത് ചെയ്യണം? ഇന്നിൽ നീ ഒരു പുതിയ ബോധ്യത്തോടുകൂടി ഒരു പുതിയ കുടുംബം ആരംഭിക്കണം. ആ പുതിയ കുടുംബം ആരംഭിക്കാൻ ആവശ്യമായ ചിന്തകൾ നീ ഇന്ന് സ്വീകരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്, സ്നേഹമുള്ളവരെ, ഒരു പേപ്പർ, വൈറ്റ് ഷീറ്റ് പേപ്പർ ഞാൻ വെച്ചു. അതിൻ്റെ മുകളിൽ വേറൊരു പേപ്പറും കൂടെ വെച്ചു. കുറേ സമയം ഇരിക്കുമോ? ഇരിക്കും. ഒരു കാറ്റ് വന്നാൽ, ഫാനിൻ്റെ കാറ്റ് അങ്ങോട്ടൊന്ന് കറങ്ങിയാൽ, പ്രകൃതിയിലെ കാറ്റ് ആഞ്ഞടിച്ചാൽ, ഒന്നിന് മുകളിൽ ഒന്നായിട്ടിരിക്കുന്ന 2 പേപ്പർ 2 വശത്തുകൂടെ പറന്നു പോവോ ഇല്ലയോ? ഒച്ചേ പറ. ഉറപ്പല്ലേ? അയ്യോ, ഈ പേപ്പർ നല്ല കട്ടിയുണ്ട്, മാത്രമല്ല ഇവരിങ്ങനെ 2 പേരും കൂടി ഈ പേപ്പർ ചേർന്നിരിക്കുമല്ലേ, അതുകൊണ്ട് ഈ പേപ്പറിനെ ഞാൻ പറപ്പിക്കുകയല്ല എന്ന് കാറ്റ് വിചാരിക്കുമോ? ഇല്ല. ഇപ്പം 2 വശത്തേക്ക് പറന്നു. എന്നാൽ അതേ 2 പേപ്പറുകൾ തന്നെ ഒരു പേപ്പറിൻ്റെ മുകളിൽ ആവശ്യത്തിന് പശ അങ്ങോട്ട് തേക്കുക. പശ അങ്ങോട്ട് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ പേപ്പറും കൂടെ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് വരുമോ? വരും. കാറ്റ് വരുമ്പോൾ പറക്കും. പക്ഷേ രണ്ടും രണ്ടായിട്ടായിരിക്കുകയല്ല പറക്കുന്നത്. അത് കാറ്റ് പറപ്പിച്ച് വെള്ളത്തിലിട്ടാൽ ഒന്നിച്ച് വെള്ളത്തിൽ, തീയിലിട്ടാൽ ഒന്നിച്ച് തീയിൽ. എവിടെയാണ് ആ പോയി വീഴുന്നത്? ആ വീഴുന്നതെല്ലാം എപ്പോഴും എങ്ങനെയായിരിക്കും? ഒന്നിച്ചായിരിക്കും. സഹോദര സഹോദരി, വിവാഹമെന്ന കൂദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിക്കുമ്പോൾ ആ കൂട്ടിയോജിപ്പിക്കുന്ന കർത്താവ് പശയായി, സ്നേഹത്തിൻ്റെ പശയായി, പ്രോത്സാഹനത്തിൻ്റെ പശയായി, അഭിനന്ദനത്തിൻ്റെ പശയായി, നല്ല വാക്കിൻ്റെ പശയായി, അനുഗ്രഹത്തിൻ്റെ പശയായി ഈ കൂട്ടിയോജിപ്പിച്ച കർത്താവ് കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് വിവാഹമെന്ന കൂദാശയിലൂടെ ആരംഭിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്തല്ല, നിത്യവും ക്വാളിറ്റിയോടുകൂടി നിൽക്കുന്ന പശയായതുകൊണ്ട് ഈ
ഭർത്താവിലെ ഭാര്യയിലെ കുറവും പോരായ്മയും എന്തെല്ലാമായാലും ഈ പശ ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് അതെപ്പോഴും ഒട്ടിച്ച് തന്നെ ചേർത്ത് തന്നെ പിടിച്ചിരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് യേശുവാകുന്ന പശയാൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ട ഭാര്യ ഭർത്തൃബന്ധം, അവിടെയാണ് ഒട്ടിച്ച് ചേർത്തവൻ കൂടെ ഉണ്ടാകുന്നത് എന്ന സത്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. രണ്ടാമത്തെ ഉദാഹരണം, സ്നേഹമുള്ളവരെ, നമ്മൾ ആകാശത്തിൻ്റെ അനന്ത വിഹായസിലേക്ക് പറന്നു നടക്കുന്ന പക്ഷികളെ കണ്ടിട്ടുണ്ട്. കുടുംബജീവിതം ഒരു പക്ഷിക്ക് തുല്യമാണ്. എന്താണെന്നറിയോ? എല്ലാ പക്ഷികൾക്കും എത്ര ചിറകുകളുണ്ട്? 2 ചിറകുകളുണ്ട്. ഈ 2 ചിറകുള്ള പക്ഷി എന്ത് ചെയ്യണം? 2 ചിറകും ഒരേപോലെ താഴുകയും പൊങ്ങുകയും ചെയ്താൽ മാത്രമേ ഈ പക്ഷിക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉയർന്ന് അനന്തവിഹായസിലേക്ക് പറന്നുയരാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? എന്നാൽ ഒരു ചിറക് പണിമുടക്കി ഞാൻ പറക്കിയല എന്ന് വിചാരിച്ചിരുന്നാൽ പക്ഷിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഭർത്താവും ഭാര്യയുമാകുന്ന ചിറക് യേശുവാകുന്ന കൂട്ടിയോജിപ്പിച്ച ഉടലിനോട് ഈ ഭാര്യയും ഭർത്താവും ചേർന്ന് നിന്നാൽ ഈ ഭാര്യയും ഭർത്താവ് എന്നറിയാവോ? ഈ കർത്താവ് ആഗ്രഹിക്കുന്ന, ഉടലാകുന്ന കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ 2 ചിറകൾ, ഭാര്യയും ഭർത്താവുമാകുന്ന ചിറകൾ ചേർന്ന് നിന്നാൽ ഈ പക്ഷി ആഗ്രഹിക്കുന്നത് പോലെ ഇതിനെ കൊണ്ടുപോകും. അതുകൊണ്ട് മനസ്സിലാക്കണം, ദാമ്പത്യ ജീവിതമാകുന്ന പക്ഷി എന്നും ഉയർന്നു പൊങ്ങണമെങ്കിൽ, ഉയർന്ന് ചലിക്കണമെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും 2 ചിറകുകൾ ഈ പക്ഷിയുടെ ഉടലിനോട് ചേർന്ന് നോക്ക്. ഹല്ലേലൂയ. ചേർന്നാൽ ഈ പക്ഷി ഒരിക്കലും തളരുകയില്ല. അപ്പോൾ നീ ഓർക്കണം, ഭർത്താവാകുന്ന ഭാര്യയാകുന്ന ചിറക് പണിയെടുത്തില്ലെങ്കിൽ, അലസത കാണിച്ചാൽ, ക്ഷീണം കാണിച്ചാൽ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റിയല്ല, പക്ഷിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഉടലിനൊന്നും ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ ഈ ഉടലിനോട് ചേർന്ന് നിൽക്കുക. സഹോദര സഹോദരി, നിന്റെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം വിജയപ്രദമാക്കി തീർക്കാൻ കൂട്ടിയോജിപ്പിച്ചവൻ എപ്പോഴും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഭർത്താവാകുന്ന ഭാര്യയാകുന്ന ചിറക് ഇതിനോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. മൂന്നാമത്തെ ഉദാഹരണം എന്താണെന്നറിയോ? അതായത് നിന്റെ ദാമ്പത്യ ജീവിതം എന്നും വിജയപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടി ഒരു വലിയ ഗുണമുണ്ട്. ആ ഗുണം, നിന്റെ കുടുംബജീവിതമാകുന്ന മെഷീൻ, ഭാര്യയും ഭർത്താവിനെയും വിവാഹമെന്ന കൂതാശയിൽ കൂട്ടിയോജിപ്പിച്ച ആ കുടുംബജീവിതമാകുന്ന മെഷീൻ, ഈ മെഷീൻ ഉണ്ടാക്കിയവൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളതാ. ഹല്ലേലൂയ. ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടാക്കിയവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ മൊബൈൽ ഫോൺ ഞാൻ എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിലെന്ത് അപാകത കുറവ് വന്നാലും ഈ മെഷീൻ ഉണ്ടാക്കിയവൻ അതിനെ എന്ത് ചെയ്തോളൂ? ഓപ്പറേറ്റ് ചെയ്തോളും. നീ നിന്റെ അനുദിന ജീവിതത്തിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് ആകട്ടെ, TV ആകട്ടെ, മറ്റ് ഏത് ഉപകരണ ഉപാധിയാകട്ടെ, അതുണ്ടാക്കിയവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ മെക്കാനിക്കിന് അറിയാം, അതുണ്ടാക്കിയവൻ അറിയാം എവിടെയാണ് അപാകത, കുറവ്, പോരായ്മ. ആ കുറവിനെയും പോരായ്മയും ഇല്ലാതെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് ഇതുണ്ടാക്കിയവൻ അറിയാം. അതുകൊണ്ട് വിവാഹമെന്ന കൂതാശയിലൂടെ ആരംഭിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ അതിനെ കൂട്ടിയോജിപ്പിച്ച ഉണ്ടാക്കിയ മെക്കാനിക് അതിൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയണം. എന്നാൽ ഗവൺമെൻറ് ചിലപ്പോൾ അംഗീകരിക്കും, സമൂഹത്തിലെ വ്യക്തികൾ ചിലപ്പോൾ അംഗീകരിക്കും. ഏതാണെന്നറിയോ? രജിസ്റ്റർ മാരേജ്. അപ്പോൾ രജിസ്റ്റർ ഓഫീസും രജിസ്റ്റർ മാരേജും രജിസ്റ്ററിൻ്റെതായ രീതിയിൽ ഗവൺമെൻറ്റും അംഗീകരിച്ചു, പക്ഷേ അതിനെ കർത്താവ് ആസ്വദിച്ചിട്ടില്ല. അതുകൊണ്ട് വിവാഹമെന്ന കൂതാശയിലൂടെ ആരംഭിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലുണ്ടല്ലോ, അവിടെ 3 പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, അത് കർത്താവ് തന്നതാണ്, കർത്താവ് തന്ന ബന്ധം. 2, കർത്താവ് ആഗ്രഹിക്കുന്ന ബന്ധം. 3, കർത്താവ് ആശീർവദിക്കുന്ന ബന്ധം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവ് തന്നത്, കർത്താവ് ആശീർവദിക്കുന്നത്, ഈ ബന്ധത്തിലെ കർത്താവ് കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ലോകത്തിന് ചിന്തകളും ലോകത്തിന് വഴികളും ലോകത്തിൻ്റെതായ നിയമങ്ങളും നിന്നെ ചിലപ്പോൾ അനുവദിച്ചിട്ടുണ്ടാകാം. ആ അനുവദിക്കുന്നതിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായില്ല. ഹല്ലേലൂയ. 2, ഇപ്പൊ കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്നറിയാം? നമുക്ക് നോക്കാം, കുറച്ച് നാൾ ഒന്നിച്ച് താമസിച്ച് നോക്കാം. അങ്ങനെ ലിവിങ് ടുഗദർ നടത്തിയിട്ട് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ
ഒന്നും രണ്ടെണ്ണത്തിനെയും കൊണ്ട് വിട്ട് ഇനി ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോ എന്ന് ഇറക്കി വിടുന്ന ലിവിങ് ടുഗദറിൻ്റെ റിസൾട്ടുമായിട്ട് ഇന്ന് ലോകത്തിലൂടെ നടക്കുന്നതായിട്ടുള്ള ചില പിള്ളേരും അമ്മമാരും ഉണ്ട്. ശ്രദ്ധിക്കണം. നിൻ്റെ കുടുംബത്തിൽ ഈ ലിവിങ് ടുഗദറിൻ്റെ ബന്ധം ഓർക്കുക. ഇന്ന് പിശാച് കുടുംബ ബന്ധത്തെ തകർക്കാൻ ലോകത്തിലെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ചൈതന്യത്തിലുള്ള കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ പിശാച് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പുതിയ സൂത്രമാണ് ലിവിങ് ടുഗദർ. ഓർക്കണം സ്നേഹമുള്ളവരെ, വിവാഹമെന്ന കൂദാശയിലൂടെ ആരംഭിച്ച ദാമ്പത്യ ബന്ധം പോലും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഭാര്യാഭർത്താക്കന്മാർ ബുദ്ധിമുട്ടുമ്പോൾ അനുവാദവും ആശീർവാദവും ദൈവം തരാത്തതുമായ ഒരു ബന്ധത്തിലേക്ക് പോയാൽ താൽക്കാലികമായിട്ട് ചില സുഖങ്ങൾ അതിലൂടെ ലഭിച്ചെന്ന് വരാം. എന്നാൽ ഓർക്കണം, ആ സുഖങ്ങൾ ഒരിക്കലും ശാശ്വതമായില്ല. ഹല്ലേലൂയ. ആ സുഖങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായില്ല. അതിനാൽ ഇന്നത്തെ ലോകത്തെ കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള കണികളിലും സൂത്രങ്ങളിലും നിങ്ങളോ നിങ്ങളുടെ മക്കളോ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിനു മുമ്പിൽ നിൻ്റെ മകന് വേണ്ടി, നിൻ്റെ മകൾക്ക് വേണ്ടി കണ്ണീരോടെ നീ പ്രാർത്ഥിക്കണം എന്നേ പറയാൻ പറ്റൂ.